ഹായ്, വെൽക്കം ബാക്ക് ടു അതിൻ്റെ കിച്ചൺ. ചെറിയ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, കുറച്ച് പെരുന്നാൾ വിശേഷങ്ങൾ കണ്ടാലോ? സാധാരണ പെരുന്നാളിന് 2 ദിവസം മുൻപ് മുതലേ ചെറുതായിട്ട് ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമല്ലോ, അതുപോലെ തന്നെയാണ് ഞാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം മുഴുവനും എടുത്ത് ചെറുതായിട്ടൊന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഉച്ചവരെ ക്ലീനിങ് തന്നെയായിരുന്നു കേട്ടോ, അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം. നോമ്പുണ്ടായിരുന്നല്ലോ, നോമ്പും ക്ലീനിങ്ങും എല്ലാം കൂടി ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു എനിക്ക്. എന്നാലും ഒരുപാട് ജോലി ഉണ്ടല്ലോ, ഇതെല്ലാം ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് തൊലിക്കാനായിട്ട് ഇരുന്നതായിരുന്നു. ഇത്തവണ നമ്മൾ നെയ്ബേഴ്സിനൊന്നും ബിരിയാണി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ. സിലിണ്ടറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എപ്പോഴും കൊടുത്തിട്ട് ഇത്തവണ കൊടുക്കാതിരിക്കുമ്പോൾ അത് നമുക്ക് തന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും ഉണ്ടാക്കാതെ ഐറ്റംസ് ഒക്കെ കുറച്ചിട്ട് എല്ലാവർക്കും ബിരിയാണി കൊടുക്കാമെന്നുള്ള തീരുമാനം എടുത്തു. അതിനുശേഷമാണ് ഈ തൊലിക്കലൊക്കെ തുടങ്ങിയത്. എല്ലാം 1/2 കിലോ വീതം എടുത്ത് തൊലിക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടും ബിരിയാണി ഉണ്ടാക്കാനൊന്നും അല്ല, ഇന്ന് വൈകുന്നേരം ഉപയോഗിക്കാനുള്ളതും നാളെ രാവിലത്തേക്കും അതുപോലെ തന്നെ നാളെ ഉച്ചത്തേക്കും എല്ലാറ്റിനും കൂടെ ഒരുമിച്ച് കുറച്ചധികം എടുത്ത് തൊലിച്ച് വെച്ചു എന്നേ ഉള്ളൂ. പറന്ന് താഴെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് തൊലിച്ച് കഴിയുമ്പോഴും അപ്പം തന്നെ ഞാൻ വേസ്റ്റ് കവറിലാക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സമയം 4 മണിയൊക്കെ ആയി കഴിഞ്ഞു. ഇതെല്ലാം വാഷ് ചെയ്യാനൊന്നും സമയമില്ല. ഞാൻ അതേപടി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. നോമ്പ് തുടങ്ങുന്നതിന് 10 ദിവസം മുൻപ് പൊടിച്ചതാണ് കേട്ടോ ഗരം മസാലപ്പൊടി. ഇപ്പോൾ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതുകൊണ്ട് ഗരം മസാലപ്പൊടിയും ഇപ്പോൾ പൊടിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഈ സമയത്ത് പുതിനയില ഇല്ലായിരുന്നു കേട്ടോ. മല്ലിയില മാത്രം ഞാൻ കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചിതാ പച്ചമുളകും ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ബോക്സിലാക്കി വെക്കണം. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിസ്കരിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വൈകുന്നേരം നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഒരുപാട് സമയം എടുക്കും, പിന്നെ ഒരുപാട് പാത്രങ്ങളും കഴുകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ക്യാരറ്റ് റൈസ് ആയിരുന്നു. തൊലിച്ച് വെച്ചതെന്ന് ഇപ്പം ഞാൻ ഉപയോഗിക്കാനായിട്ട് കുറച്ച് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ക്യാരറ്റ് റൈസിന് ആവശ്യമായിട്ടുള്ള സവോളയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ, ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ഒരു 3-4 എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ആദ്യം ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ. നല്ല പഴുത്ത പേരയ്ക്ക വേണം ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കേണ്ടത്. നല്ല പഴുത്ത പേരയ്ക്കയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ ജ്യൂസിന്. ഞാൻ ഈ നോമ്പിന് ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത് പേരയ്ക്ക ജ്യൂസാണ്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം 3-4 തവണ പേരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നലെയും ഇവിടെ പേരയ്ക്ക ജ്യൂസ് ആയിരുന്നു. ജാറിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വെള്ളമോ പാലോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയാൽ മതി. എന്നാലും ഒരുപാട് ലൂസായി പോകാതെ അല്പം ക്രീമി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ച് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഗ്ലാസ് ജാറിൽ തന്നെ ജ്യൂസ് ആക്കി വെക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനേ സാധിക്കാറില്ല. അതുകൊണ്ട് ഇതിപ്പോൾ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ആക്കി വെക്കുന്നത്. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ജ്യൂസിൻ്റെ കളറ് മാറാതിരിക്കാനായിട്ട് മധുരത്തിനായിട്ട് ഇതിലോട്ട് പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ പേരക്കയിൽ തന്നെ അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരുപാട് മധുരമൊന്നും ചേർക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെ ജ്യൂസിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഞാൻ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് റൈസ് ആയിരുന്നു. ഇനി വേഗം പോയിട്ട് രാവിലെ അലക്കി വെച്ച തുണിയൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. ഇതിപ്പോൾ വെയിലായത് കൊണ്ടേ വൈകുന്നേരം
തുണി വിരിച്ചിട്ടിട്ട് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും എടുത്തു വെക്കലാണ് പതിവ്. ഇതെല്ലാം കഴിഞ്ഞ് നോമ്പ് തുറന്ന് നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളിവിടെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി കാണുന്നത് രാത്രി 10 മണിക്ക് ശേഷം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ചിക്കനും മട്ടനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം മട്ടനാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 80% മാത്രം കുക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള 20% ബിരിയാണിയിൽ കിടന്ന് കുക്കായിക്കോളും. ഇതുപോലെ ആദ്യം തന്നെ പ്രഷർ കുക്ക് ചെയ്ത് വെക്കുമ്പോൾ മീറ്റിന് നന്നായിട്ട് എരിവും പുളിയും ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. ഈ സമയം കൊണ്ട് ചിക്കനും കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ 3 പാർട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഗ്രേവി ഉണ്ടാക്കാനും കുറച്ച് 65 ഉണ്ടാക്കാനും പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനും. 3 ബോക്സിലാക്കി വെച്ച ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചത് മോളായിരുന്നു. പിന്നെ ഇപ്പം ആവശ്യമായിട്ടുള്ള അരിയലും അരക്കലും പൊടിക്കലും എല്ലാം മോളായിരുന്നു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. മട്ടൻ വേവാനായിട്ട് വെച്ചതിന് ശേഷം നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് നുറുക്ക് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അത് 3-4 തവണ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. നാളത്തെ എൻ്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ തന്നെ കുതിരാനിടുന്നത്. അവസാനം നമ്മൾ വൈകുന്നേരം തൊലിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതോടുകൂടി ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതും മോളാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഈദിൻ്റെ അന്ന് രാവിലെ പ്രഥമൻ ഉണ്ടാക്കി, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച് നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡൊക്കെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഉച്ചത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ചാണ്. ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും നമ്മുടെ വീട്ടിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. എന്നും നമ്മുടെ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി തന്നെയായിരിക്കും. പക്ഷേ 1-2 ബിരിയാണിയാണ് കേട്ടോ. മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കണ്ടത് മട്ടൻ ബിരിയാണിയാണ്. ഇത് പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ്. രാവിലെ ദോശയും ചിക്കൻ ഗ്രേവിയും ആയിരുന്നു. ഇനി നിങ്ങൾ കാണുന്നത് ചിക്കൻ ബിരിയാണിയാണ്. 2 ബിരിയാണിയും നന്നായിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണിക്കൊപ്പം ചിക്കൻ 65യും കുമ്പളങ്ങ മിഠായും ഗോതമ്പ് പ്രഥമനും അച്ചാറും കച്ചമ്പറും ഒക്കെ ഉണ്ടായിരുന്നു. കുമ്പളങ്ങ മിഠായി നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി ഇവിടെ സ്റ്റോർ ചെയ്തതാണ്. കുറച്ച് ഞാനിപ്പോൾ എടുത്തിട്ട് ചൂടാക്കിയതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഒക്കെ ബാക്കിയുള്ളൂ. അറിയാലോ, ഇതിൻ്റെ ദിവസം നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗോതമ്പ് പ്രഥമനാണ്. പ്രഥമൻ നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ 11 മണിയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പകുതി എടുത്തൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ എടുത്തിട്ട് കുറച്ച് ഞാൻ വൈകുന്നേരം കുടിക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ 5 മണിയൊക്കെ ആയപ്പോൾ പ്രഥമനും ചൂടാക്കി കുടിക്കാനായിട്ട് ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈദൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈദ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്